പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 65-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ആരാണ് നമ്മുടെ ദൈവം? ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനായ ദൈവം. നിങ്ങൾ ദൈവത്തെ കുറിച്ചൊന്ന് അറിയും. ദൈവം ആരാണെന്ന് അറിയും. സ്തോത്രം. ഈ പകൽ വേളയിൽ ദൈവം നിങ്ങൾക്ക് ആരാ? നിങ്ങളുടെ സകല പ്രാർത്ഥനകളും കേൾക്കുന്നവനായ ദൈവം. ഒന്നുകൂടെ ഞാൻ ലളിതമാക്കി പറഞ്ഞാൽ, നിങ്ങളുടെ സകല അപേക്ഷകളും, നിങ്ങളുടെ സകല സങ്കടങ്ങളും, നിങ്ങളുടെ സകല വേദനകളും അറിയുന്നവനാണ് ഈ ദൈവം. ദൈവം അറിയുന്നവനായതുകൊണ്ടല്ലേ മിസ്രൈമിൽ കിടന്നുകൊണ്ട് ഇസ്രായേൽ ജനം കഷ്ടപ്പെട്ടപ്പോൾ മോശയെ വിളിച്ചിട്ട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ ജനത്തിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ആകയാൽ മോശയെ, നീ അവിടേക്ക് പോയി എന്റെ ജനത്തെ നീ വിടുവിച്ചു കൊണ്ടുവരണം. അപ്പൊ ദൈവം ആരാണ്? അവരുടെ നിലവിളിയെ ഒരു പ്രാർത്ഥനയായി കണ്ട് ദൈവം തന്റെ ജനത്തിന് വേണ്ടി വിടുതലയക്കുന്ന ദൈവം. നമ്മൾ നിലവിളിക്കുന്നത്, കരയുന്നതൊക്കെ പ്രാർത്ഥനയായിട്ട് ദൈവം പലപ്പോഴും കാണാറുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചില സമയത്ത് ഒരു കരച്ചിലായി മാറാറില്ലേ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പലപ്പോഴും ഒരു വലിയ സങ്കടമായി തീരാറില്ലേ? എന്താ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാതെ വിഷമം കൊണ്ട് നമ്മൾ നിലവിളിക്കുന്ന ചില അനുഭവമില്ലേ? ദൈവം പറയുന്നു, നിന്റെ ആ നിലവിളിയെ ഞാൻ പ്രാർത്ഥനയായി കണ്ട് ഞാൻ ആ നിലവിളിയെ കേൾക്കുന്ന ദൈവമാ. ഇസ്രായേൽ ജനം അവിടെ നിലവിളിച്ചു, അവർ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. പക്ഷെ അവർ നിലവിളിച്ചതൊരു പ്രാർത്ഥനയായി കണ്ട ദൈവം മോശെ അവിടേക്ക് വിട്ട് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുക. കാരണം അതുവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പ്രാർത്ഥന എന്തെന്ന് പഠിപ്പിക്കാനോ അറിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മോശ നേതൃത്വം ഏറ്റുകഴിഞ്ഞപ്പോൾ, ജനത്തിന്റെ മുമ്പിൽ നിന്ന് മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ജനം മനസ്സിലാക്കാൻ തുടങ്ങി പ്രാർത്ഥന എന്തെന്ന്. ഒരു പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പ്രാർത്ഥന പലപ്പോഴും ഒരു കരച്ചിലായി തീരാറില്ലേ? അത് നമ്മുടെ ഉള്ളിലുള്ള സങ്കടം കൊണ്ടാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം ആരാമത് മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ നിലവിളിയെ കേൾക്കുന്ന ദൈവമാണ്. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക്, ആ കുഴിയിലേക്ക് തള്ളിയിടുമ്പോൾ യോസഫ് അവിടെ കിടന്നുകൊണ്ട് സഹോദരന്മാരോട് നിലവിളിച്ചൊരു വാക്കില്ലേ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. ആ നിലവിളി ഒരു പ്രാർത്ഥനയായി കണ്ട ദൈവമിതാ. യോസഫിനെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുവാൻ ദൈവമിതാ അവിടെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുകയാണ്. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരു കൂട്ടം ജനം കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ നിലവിളിയെ പ്രാർത്ഥനയായി കണ്ട ദൈവം പത്രോസിന് വിടുതൽ കൊടുത്തുവെങ്കിൽ, ഇന്ന് പകൽ വേളയിൽ നിങ്ങളുടെ നിലവിളികളെ കണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയായി കരുതി ദൈവം നിങ്ങൾക്ക് വിടുതൽ അയക്കാൻ പോകും. ആകയാൽ വിശ്വസിച്ചോ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. നിങ്ങൾ കരയുന്നത്, നിങ്ങൾ നിലവിളിക്കുന്നത് ആരും കാണാതെ നിങ്ങൾ സങ്കടപ്പെടുന്നതൊക്കെ ദൈവം കാണുന്നുണ്ട്. സ്തോത്രം. ആകയാൽ പ്രാർത്ഥനയാൽ ഉപവാസാലമല്ല, ജാതി വിട്ടുമാറത്തില്ല. നിങ്ങൾ അല്പം പോലും അടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥനയിൽ ജാഗരിച്ച് പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആരാ നിങ്ങളുടെ ദൈവം? നമ്മുടെ ദൈവം ആരാ? ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നമ്മുടെ അടുത്തിരിക്കുന്നവരോട് നമ്മൾ പലതും പറഞ്ഞാൽ അവർ കേൾക്കാറില്ല. നമ്മുടെ വേദന പറയുമ്പോൾ ആദ്യമൊക്കെ അല്പം ശ്രദ്ധിക്കും, കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് അതേ ചെവി അശ്രദ്ധ അങ്ങ് മാറ്റിക്കളയും. പക്ഷെ ദൈവം, നീ നമ്മൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം ദൈവം അത് കേൾക്കുക തന്നെ ചെയ്യും. ആകയാൽ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു മുന്നേറുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.